നമ്മൾ ചാനലുകാരെ സംബന്ധിച്ച് നല്ല വാർത്താ പെരുമഴയായിരുന്നു. ഇനി പത്രങ്ങളിൽ എങ്ങനെയാണെന്നുള്ള കാര്യം സുചന്ദ്രനോട് ചോദിക്കാം. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഈ എടാ മുഖ്യമന്ത്രി ഇല്ലാത്തവനെ, എടാ മുഖ്യമന്ത്രി ഇല്ലാത്തവളെ എന്നൊക്കെയുള്ള വിളി പരിഹാസവും ഇന്നോടെ തീരും എന്നാണ് തോന്നുന്നത്. ഇന്നലെ ചാനലുകളിൽ നമുക്കടക്കം വാർത്തകളുടെ ബഹളമായിരുന്നു. ഒന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് പത്രങ്ങൾ അതൊക്കെ വിട്ടിപ്പോൾ ഉപദേശം തുടങ്ങി, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കുക എന്നുള്ള ലൈനിലായിട്ടുണ്ട്. ഏതായാലും നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ വെറുതെ പറഞ്ഞല്ല. മാതൃഭൂമിയുടെ ഒന്നാമത്തെ തലക്കെട്ട് ഇന്ന് ജനവിധിയുടെ ജന വെട്ടിക്കളഞ്ഞിട്ട് തലവിധിയാക്കിയിരിക്കുകയാണ്. നാട്ടുകാരുടെ തലവിധി ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ലൈനിൽ ബംഗാളിൽ 6-ാം നാൾ മുഖ്യമന്ത്രി വന്നു, തമിഴ്നാട്ടിൽ 7-ാം നാൾ വന്നു, അസമിൽ 9-ാം നാൾ വന്നു, പുതുച്ചേരിയിൽ 10-ാം നാൾ വന്നു, കേരളത്തിൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്നു. ഒപ്പം ആർക്കറിയാം എന്ന് ചോദിക്കുകയാണ്. ഇന്നറിയുമായിരിക്കും എന്ന് താഴെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മാതൃഭൂമി. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന് കോൺഗ്രസിൻ്റെ അടിയന്തര നിയമസഭാ കക്ഷി യോഗം. ഹൈക്കമാൻഡ് തീരുമാനം മുദ്രവച്ച കവറിൽ ദീപാദാസ് മുൻഷി യോഗത്തിനെത്തിക്കും. ഇന്നലെ വൈകുന്നേരം ദീപാദാസ് മുൻഷി വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ പെട്ടെന്ന് ആ യാത്ര റദ്ദാക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തൊരു കഴുതയുടെ രേഖാചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വോട്ട് തന്നുപോയി, ശരി തന്നെ, പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കണോ? ഓർക്കുക, ഇതല്ല പൊതുജനം. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ മാതൃഭൂമി ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് വിട്ടിട്ട് 5 ആണ്ടിലൊരിക്കൽ ജനങ്ങളെ കൈയുടെ ചൂണ്ടുവിരലിൽ പുരളുന്ന ഇരുണ്ട നീലമഷിയിലൂടെയാണ് നാം ജനാധിപത്യം തൊട്ടറിയുന്നത്. അനുഭവമാണ് അവരുടെ അളവുകോൽ. പറഞ്ഞ വാക്കും ചെയ്ത കാര്യങ്ങളും നോക്കി നമ്മുടെ ഭാവി മുൻനിർത്തി അവർ വിധിയെഴുതും. ജയമായാലും തോൽവിയായാലും വിനയത്തോടെ അത് ഏറ്റുവാങ്ങേണ്ടത്. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഈ കാണുന്നതല്ല ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന്. ജനവിധി വന്നതിൻ്റെ 11-ാം ദിവസവും അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിനായി നടത്തുന്ന അടിപിടിയല്ല ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ നിശ്ചയിക്കാതെ കോൺഗ്രസ് കളിക്കുന്ന ഈ കളി കേരളത്തിലെ ജനതയെ വെല്ലുവിളിക്കുന്നതാണ്. അധികാര കസേരയിലേക്ക് അള്ളിപ്പിടിച്ചു കയറാൻ കൊതിക്കുന്ന നേതാക്കൾ സ്ഥാനമോഹികളെ മാത്രം അല്ലെന്ന് മാത്രം ഇനിയും വീമ്പ് പറയരുത്. ജനാധിപത്യത്തിൽ ജനം പ്രജകളല്ല, വിവേകപൂർവ്വം വിധിയെഴുതുന്ന പോരാളികളാണ്. ജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ സഹിച്ചുകൊള്ളും എന്ന് കരുതരുത്. പൊതുജനം കഴുതയല്ല എന്ന 1-ാം പേജിൽ വിശാലമായൊരു ഉപദേശത്തിലൂടെ മാതൃഭൂമി ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസിനെ. ഇനി മനോരമയിലേക്ക് വന്നാൽ മനോരമയുടെ ആദ്യ ജാക്കറ്റാട് തന്നെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യമാണ് കേട്ടോ. മുഖ്യതന്ത്രി എന്നാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോൾ ചെറുതായിട്ട് മായ്ച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് അറിയുന്നത് ഒരു പരസ്യമാണെന്നുള്ള കാര്യം. പരസ്യമാണെന്ന് മനസ്സിലാവും. എന്നാലും ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ചിട്ടുള്ള കാലത്തിനനുസരിച്ചുള്ള പരസ്യമില്ലേ, എന്താ ഈ മൂഡ് ഓഫ് ദ മൊമെൻറ്റ് പോലെ ഒരു ജാക്കറ്റ് പരസ്യം. ഉള്ളിലേക്ക് വന്നാൽ ഇന്ന് എന്ന് ആവശ്യപ്പെടുന്നു മനോരമ. മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപനം ഹൈക്കമാൻഡ് അന്തിമ തീരുമാനത്തിലേക്ക് നയിച്ച് രാഹുൽ ഖർഗെ കൂടിക്കാഴ്ച. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 1-ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. കഴിഞ്ഞ ദിവസം ഈ വേഡ് പസിലായിരുന്നു മനോരമയുടെ പരിപാടിയെങ്കിൽ ഇന്ന് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ ഫിനാലെ ഇന്ന് എന്നാണ് മനോരമ പരിഹസിക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം. സ്വന്തം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇതാ ഒരു ഫൈനൽ പസിൽ. മുകളിലുള്ള ചിത്രകഷ്ണങ്ങൾ കൃത്യമായി വെട്ടിയൊറ്റിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടെത്തുക. എന്നിട്ട് പ്രഖ്യാപനത്തിന് മുമ്പ് ഫോട്ടോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക. മനോരമയുടെ ഒരു പ്രൊമോഷനാണെങ്കിൽ കൂടി ഈ പരിഹാസമൊക്കെ കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം. 7-ാമത്തെ പേജിലേക്ക് പോയാൽ കാർട്ടൂൺ ഇന്നത്തെ ശരിക്കും ചിരി വരുന്ന കാർട്ടൂണാണ്. അതായത് രാഹുൽ ഗാന്ധിയും ഖർഗയും കൂടെ കൂടിയിരുന്ന് ആലോചിക്കുകയാണ്, നാളെ തന്നെ പ്രഖ്യാപിക്കുക, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ചായപ്പൊടി തീർന്നു എന്ന്. അതായത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 8-ാം ദിനം ചർച്ച, 5-ാം ദിനം ചർച്ച, 4-ാം ദിനം ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പങ്കെടുക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു. മേശപ്പുറത്ത് കപ്പുകൾ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ CM പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. കാരണം ഹൈക്കമാൻഡിൽ ഓഫീസിലെ ചായപ്പൊടി തീർന്നു. അതേസമയം മറ്റൊരിടത്ത് തോൽവിയിൽ നിരാശരായ ഗോവിന്ദമാഷും പിണറായിയും കൂടെ ഇരിക്കുകയാണ്. CM ആക്കിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി തുടരുമെന്ന് അങ്ങേര് പ്രഖ്യാപിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പിണറായി പറയുന്നു. പിണറായി ഇടതുപക്ഷത്തിന് പ്രതിപക്ഷ സ്ഥാനം കൂടി കിട്ടില്ലേ എന്ന തരത്തിൽ. അതിൻ്റെ ആദ്യ ഭാഗമാണ് ശരിക്കും തമാശ. മറ്റു വാർത്തകളിലേക്ക് പെട്ടെന്ന് പോയാൽ വിപണിക്ക് തിരിച്ചടിയായി ഇറക്കുമതി തീരുവ വർധന. സ്വർണ്ണപ്പൂട്ട് എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. സ്വർണം പവന് 5880 രൂപയും വെള്ളി കിലോഗ്രാമിന് 20,500 രൂപയും കൂടി. സ്വർണ്ണ ഉപയോഗം കുറയ്ക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഒപ്പം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരുമൊക്കെ BJP മുഖ്യമന്ത്രിമാരുമൊക്കെ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ വാഹന വ്യൂഹം വെട്ടിക്കുറച്ചു. എയർ ഇന്ത്യ രാജ്യാന്തര സർവീസ് 27% കുറയ്ക്കും എന്നെല്ലാം പറയുന്നു. ഒരു അന്താരാഷ്ട്ര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം പരാജയപ്പെട്ടെന്ന് അവർക്ക് പുറത്തു പറയാൻ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം.
മറ്റൊരു കാര്യം, തിമിംഗലങ്ങൾ ചത്തതിന് കാരണം കപ്പൽ അപകടമല്ലെന്ന് കണ്ടെത്തലെന്ന് മനോരമയുടെ ഉൾപേജിൽ വാർത്ത. അതായത് കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ കേരള തീരത്ത് തിമിംഗലങ്ങളും ഡോൾഫിനുകളും തുടർച്ചയായി ചത്തടിഞ്ഞിരുന്നുവല്ലോ. അതിൻ്റെ കാരണങ്ങൾ അതിനു മുമ്പ് ഒരു കപ്പൽ മറിഞ്ഞതിൻ്റെ രാസമാലിന്യം കടലിൽ കലർന്നതല്ല എന്നാണ് കണ്ടെത്തൽ. ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്തിന് സമീപം കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ വീണതിന് ശേഷം കടൽ ജീവികൾ തുടർച്ചയായി ചത്തടിഞ്ഞതിന് കാരണം ഇതിലെ രാസമലിനീകരണങ്ങളാണോ എന്ന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനയിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്ത. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനി ഇന്ന് പൊട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. 10ാം ദിവസവും മുഖ്യമന്ത്രിയില്ല. രാഹുൽ ഖർഗെ കൂടിക്കാഴ്ചയിലും തീരുമാനമായില്ല എന്ന് ദേശാഭിമാനി പറയുന്നു. ഏതാണ്ട് തീരുമാനമായെന്നും അത് പ്രഖ്യാപിക്കാത്തതാണെന്നും ഉള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു. ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഹൈക്കമാൻഡ്. അതിനുശേഷം കുളമാക്കിയത് ലീഗെന്ന് എന്ന ഉള്ളിലെ വിമർശനങ്ങളാണ്. ആരായാലും അടി തുടരുമെന്നാണ് ദേശാഭിമാനി പറയുന്നത്. ജനവിധിയെ പരിഹസിക്കുമെന്നും കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം നീണ്ടത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെയും പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇടപെടലില്ലെന്ന് ആക്ഷേപം എന്ന് തുടങ്ങി ആരായാലും അടി തുടരുമെന്ന് പ്രവചിക്കുകയാണ് ദേശാഭിമാനി. ഒന്നാമത്തെ പേജിൽ തന്നെ ഇന്ന് SFI സമരം തുടങ്ങിയല്ലോ വീണ്ടും. അതായത് ഭരണത്തിലിരുന്നപ്പോൾ നിർജീവമായിരുന്ന ആ സമരയന്ത്രം വീണ്ടും സജീവമായിരിക്കുന്നു. തെരുവുകൾ വീണ്ടും സമരമുഖരിതമാവുകയാണ്. അന്വേഷണം, അതിന് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലാണല്ലോ ഇപ്പോഴത്തെ സമരം. അതിൻ്റെ ഒരു വാർത്താ ചിത്രവുമുണ്ട്. ഒപ്പം അന്വേഷണം വ്യാപിപ്പിച്ച CBI, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത CBI വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. രാജസ്ഥാന് പുറമെ മഹാരാഷ്ട്ര, കേരളം, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിനിടെ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു BJP നേതാവ് അറസ്റ്റിലായ കാര്യം, ഇതിനെതിരായിട്ടുള്ള ഈ ചോദ്യപേപ്പർ ചോർന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധം വ്യാപകം, പ്രത്യേകിച്ചും SFI സമരത്തെ കേന്ദ്രീകരിച്ച് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള കൗമുദിയിലേക്ക് വന്നാൽ കേരള കൗമുദി ചോദിക്കുന്നത് ഇന്നെങ്കിലും എന്നാണ്. ഒപ്പം ഒരു ട്രിപ്പിൾ ഡോട്ട്, ഇന്നെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ തരുമോ എന്ന്. കാത്തിരുന്നവർ എളിഭ്യരായി എന്ന് പറയുന്നു താഴെ. തീരുമാനത്തിലെത്താൻ ചോദിച്ചു പോകാം എന്ന് പറഞ്ഞൊരു കാറിൽ ഖർഗെ ഓടിക്കുന്ന കാറിൻ്റെ പിന്നാലെ ഇരുന്ന് രാഹുൽ യാത്ര ചെയ്യുന്നു. ജനം കൈ വയ്ക്കണോ എന്നൊരു ജനം വഴിയിൽ നിന്ന് ചോദിക്കുന്നു. കൈ ചിഹ്നമാണെന്ന് ഓർക്കുക. ആരുടെ പേരും പറഞ്ഞിട്ടില്ലെന്ന് AK ആൻ്റണി പറഞ്ഞ വാർത്ത. AK ആൻ്റണിയെ വിളിച്ച് ഈ അഭിപ്രായം ചോദിച്ചിരുന്നല്ലോ ഹൈക്കമാൻഡ്. അങ്ങനെ കാത്തിരുന്നവർ എളിഭ്യരായി എന്ന മട്ടിലാണ് ആ വാർത്ത വരുന്നത്. 16ാം പേജിലേക്ക്, അവസാന പേജിലേക്ക് പോയാൽ കേരളത്തിൽ ഏതാണ്ട് ഉദ്യോഗസ്ഥ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഭരണസ്തംഭനം ഒഴിവാക്കും, പ്രവർത്തനം കാര്യക്ഷമമാക്കും. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ തീരുമാനം. സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ ഭരണസ്തംഭനം ഒഴിവാക്കാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് വിളിച്ചു ചേർത്ത വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ തീരുമാനം. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള കൗമുദിയിൽ മറ്റൊരു കൗതുക വാർത്തയുണ്ട്. ചുവന്ന കൊടുവേലി ക്യാൻസർ പ്രതിരോധ മരുന്നാകുന്നു. ഈ വാർത്തകളുടെയൊക്കെ ഇടയിൽ, അതായത് ചുവന്ന കൊടുവേലിയിലെ സംയുക്തത്തിന് ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷകരുടെ കണ്ടെത്തൽ മരുന്ന് നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അത് മരുന്നായി തന്നെ മാറുന്നു. സാധാരണ ഈ സർവകലാശാലകളിലെ ഗവേഷണ പ്രബന്ധങ്ങളായി ഷെൽഫുകളിലേക്ക് പോകുമ്പോൾ ഇത് റിസൾട്ടായി ലാബിലേക്ക് പോവുകയാണ്. 2022 കണ്ടെത്തൽ ലഭിച്ച പേറ്റന്റ് ലൈസൻസ് വാണിജ്യാടിസ്ഥാനത്തിൽ മരുന്ന് നിർമ്മിക്കുന്നതിനായി ഹെൽത്ത് കെയർ കമ്പനിക്ക് കൈമാറി. ഈ ലൈസൻസ് കൈമാറ്റ തുകയ്ക്ക് പുറമെ മരുന്ന് വിപണിയിലെത്തിയാൽ വർഷം തോറും 2% റോയൽറ്റിയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന് ലഭിക്കുമെന്നൊരു വാർത്ത അതിൻ്റെ ഇടയിൽ കേരള കൗമുദിയിൽ കണ്ടു. മാധ്യമത്തിലേക്ക് വന്നാൽ തലക്കെട്ട് കൗതുകരമാണ്. കോൺ എന്ന് ഇംഗ്ലീഷ് അടിച്ചിരിക്കുന്നു. ഗസ്, കോൺ ഗസ് ആരൂഹിക്കും. കോൺഗ്രസ് എന്നുമായി ചേർത്ത് വായിക്കാം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കാണാൻ ഒരു ചെറുപഴുതു കൂടി ഇതാ ഇപ്പോൾ പൊട്ടിക്കും. മിഥുനത്തിലെ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ അതിനൊപ്പമുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നെന്ന് ജയറാം രമേശ് അറിയിച്ചിരിക്കുന്നു എന്ന് അതിലൊപ്പം പറയുന്നു. വോട്ടെണ്ണൽ ദിനത്തേക്കാൾ ഉദ്വേഗമാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് 5ാമത്തെ പേജിൽ ഒരു ഉപവാർത്ത. നിറയെ വാർത്തകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. കനത്ത നിരാശ കടുത്ത രോഷത്തിലേക്ക് വഴിമാറുന്നതാണ് ബുധനാഴ്ച കണ്ടത്. ആഘോഷിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നില്ല. റോഡ് ഷോ നടത്താൻ കഴിയുന്നില്ല, റാലി നടത്താൻ കഴിയുന്നില്ല. ആ അമർഷം അടക്കി പിടിക്കുന്നതിൻ്റെ കാര്യം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ജന്മഭൂമിയും 10 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയില്ല എന്ന വാർത്ത ഒന്നാമതായും, കസേരയ്ക്കായി കടിപിടി കൂടുന്ന KC വേണുഗോപാലിനെയും അതേപോലെ സതീശനെയും രമേശ് ചെന്നിത്തലയും കാണിക്കുന്നു. പ്രധാനമന്ത്രി വാഹനവ്യൂഹം വെട്ടിക്കുറച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ വാർത്തയും ജന്മഭൂമിയിൽ കാര്യമായിട്ടുണ്ട്. ചന്ദ്രിക
ഇന്ന് തലക്കെട്ട് ഒന്നാമതാക്കേണ്ടത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും ഇന്നലത്തെ നീറ്റ് തന്നെ എടുത്ത് ഇന്നും തലക്കെട്ടാക്കിയിട്ടുണ്ട്. ഈ പരീക്ഷണം നീറ്റല്ല, ഇത് കോൺഗ്രസിനോടുള്ള ഒരു കുത്താണോ എന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അന്തർ സംസ്ഥാന സംഘം പിടിയിൽ NTA-ക്ക് പകരം സംവിധാനം വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ചോദ്യപേപ്പർ ചോർത്തിയതിന് BJP നേതാവ് പിടിയിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് എന്ന് ഉണ്ടായേക്കും എന്ന് ചന്ദ്രികയും പറയുന്നു. വീക്ഷണത്തിൽ വിശ്വാസ വിജയം. തമിഴ്നാട്ടിലെ വാർത്തയാണ് അവർ ഒന്നാമത്തെ ഹെഡ്ലൈൻ ആക്കിയിരിക്കുന്നത്. വിജയ സർക്കാരിന് 144 അംഗങ്ങളുടെ പിന്തുണ. പിന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന്. ജയറാം രമേശിനെ കോട്ട് ചെയ്തിട്ട് ഇന്ന് വരും. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്ന് എന്നും വീക്ഷണം ആശ്വാസപ്പെടുന്നു. മംഗളത്തിലേക്ക് വന്നാൽ ഒടുവിൽ ഒരു പേരിൽ എത്തിയിരിക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാമെന്ന് പറയുന്നു. CBSE 12ാം ക്ലാസ് ഫലം തിരുവനന്തപുരമാണ് മുന്നിൽ എന്ന വാർത്തയും മംഗളത്തിലുണ്ട്. ജനയുഗത്തിലേക്ക് വന്നാൽ നാളെ 3 നാളെയാണ് അവരുടെ തലക്കെട്ട്. മന്ത്രിയെ കാത്തു നിൽക്കില്ല. SSLC ഫലം CBSE ഫലം പ്രഖ്യാപിച്ചതുപോലെ സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പ്രഖ്യാപിക്കുക. SSLC ഫലം നാളെ പ്രഖ്യാപിക്കും. അത് നീട്ടിവെക്കാൻ ആവില്ലല്ലോ. സിറാജിൽ ഇന്നറിയാം മുഖ്യമന്ത്രിയെ എന്ന് പറഞ്ഞിട്ട് ഉള്ള വാർത്തയ്ക്കൊപ്പം VD സതീശൻ്റെ കാരിക്കച്ചർ ചിത്രം വലുതായിട്ടും KCയുടേതും രമേശ് ചെന്നിത്തലയുടേതും ചെറുതായിട്ടും കാണിക്കുന്നതിലൂടെ ഒരു സൂചനയുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അങ്ങനെ തന്നെയാണോ എന്ന് കരുതാം. സുപ്രഭാതത്തിൽ കണ്ണ് നട്ട് കേരളം ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രഭാതത്തിൻ്റെയും തലക്കെട്ട്. ഹിന്ദുവിലെ ഒരു വാർത്ത കൂടി പറഞ്ഞ് അവസാനിക്കാം. ഹിന്ദുവിൽ പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺസ് കംപ്ലയിൻറ്റ് സൈറ്റ്സ് നോ ഫംഗ്ഷനിങ് CMO. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് അയച്ച കത്തുകൾ, പരാതി കത്തുകളൊക്കെ ഇങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് അഡ്രസ്സിയുടെ അയച്ച ആളുടെ അടുത്തേക്ക് തന്നെ അവർ തിരിച്ചയക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരാതികൾ തൃശങ്കുവിൽ നിൽക്കുന്ന ഈ അവസ്ഥ ഒഴിവാകട്ടെ. എത്രയും പെട്ടെന്ന് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഇന്ന് ചിലപ്പോൾ ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം. സേതു.